10ാം ക്ലാസ്സിലെ ഗണിതത്തിലെ ആദ്യത്തെ യൂണിറ്റ് എന്താണ്? സമാന്തര ശ്രേണികൾ. സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗത്തില് നമുക്ക് പഠിക്കാനുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, എന്താണ് സമാന്തര ശ്രേണികൾ? രണ്ട്, ആ സമാന്തര ശ്രേണികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പദം. എന്താണ് പദം? എന്താണ് പൊതുവ്യത്യാസം? പദങ്ങളുടെ തുക എങ്ങനെ കാണും? അതിന്റെ സൂത്രവാക്യങ്ങള്, അതുപോലെ പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ തുക കാണാനുള്ള വഴി, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ, അതായത് സമാന്തര ശ്രേണികളിലുള്ള പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ, ഇരട്ട സംഖ്യയാണെങ്കിൽ അവയുടെ തുക കാണാനുള്ള എളുപ്പവഴി എന്താണ്, അല്ലെങ്കിൽ അതിന്റെ സൂത്രവാക്യം എന്താണ്? എന്നാം പദം കാണൽ. എന്നാം പദം കാണൽ എന്ന് പറയുമ്പോൾ അതെന്താണ് ഈ എന്നാം പദം എന്ന് നമുക്കറിയാനുണ്ട് അല്ലെ? അതൊക്കെ വിശദമായിട്ട് പറയാം. അതുപോലെ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ത്? ഇതാണ് പ്രധാനപ്പെട്ട ആശയങ്ങൾ. 6 ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെ വിശദമായിട്ട് തന്നെ നമുക്ക് പോകാം. ഇതാ ഇവിടെ 4 സമചതുരങ്ങളുണ്ട്. ചെറുത്, അതിനേക്കാൾ കുറച്ചും കൂടെ വലുത്, അതിനേക്കാൾ കുറച്ചും കൂടെ വലുത്, അതിനേക്കാൾ കുറച്ചും കൂടെ വലുത്. ഇതിന്റെ അളവ് എത്രയാണ്? ഒരു വശം 1 സെന്റിമീറ്റർ. ഇതിൻ്റെത് 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. അങ്ങനെ വ്യത്യസ്ത അളവുകളുള്ള 4 സമചതുരങ്ങൾ. ഈ സമചതുരങ്ങളുടെ ചുറ്റളവ് കണ്ടുപിടിക്കണം, പരപ്പളവ് കണ്ടുപിടിക്കണം, വികരണത്തിന്റെ അളവ് കണ്ടുപിടിക്കണം. 3 അളവാണ് കണ്ടുപിടിക്കുന്നത്. ചുറ്റളവ് കാണാനുള്ള വഴി നിങ്ങൾക്കറിയില്ലേ? ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള വഴി എന്താണ്? അതിന്റെ വശത്തെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് വശം എ ആണെങ്കിൽ ചുറ്റളവ് എത്ര വരും? അത് 4a ആണ്. പരപ്പളവ് കാണാനുള്ള വഴി എന്താണ്? വശം എ ആണെങ്കിൽ പരപ്പളവ് എന്താണ്? എ സ്ക്വയർ ആണ്. വശം എ ആണെങ്കിൽ അതിന്റെ വികരണം എത്രയാണ്? അത് √2a ആണ്. ഇതിൽ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ള വാക്ക് വികരണമാണ് അല്ലെ? ചിലർക്ക് എന്താണ് ഈ വികരണം മനസ്സിലായില്ല. കർണം എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ ചെവിയാണ് അല്ലെ? വികരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവ് അറിയാം, ചുറ്റുമുള്ള അളവ്, അത് കാണാനുള്ള വഴിയാണ് 4a. പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊത്തം വിസ്തീർണം എന്ന് പറയാം അല്ലെ? അത് കാണാനുള്ള സൂത്രവാക്യാണ് a സ്ക്വയർ. വശം a ആണെങ്കിൽ പരപ്പളവ് a സ്ക്വയർ, അതറിയാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ കുറച്ചു പേർക്ക് അറിയാം, കുറെ പേർക്ക് ഈ വാക്ക് അത്ര പരിചയം ഉണ്ടാകുന്നില്ല. വികരണം. വികരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഒരു സമചതുരം ഉണ്ടല്ലോ, 4 സെന്റിമീറ്റർ വശമുള്ള സമചതുരമാണ്. അതിന്റെ വികരണം എന്ന് പറയുന്നത് ഇതിന്റെ എതിർമൂലയിൽ നിന്ന് വരക്കുന്ന രേഖാഖണ്ഡമാണ് അല്ലെ? ലൈൻ സെഗ്മെന്റ് ആണ് അതിന്റെ വികരണം. അത് ഇങ്ങനെ ഒരു വികരണമുണ്ട്, ഇങ്ങനെയും വരയ്ക്കാം, ഇവിടെ നിന്ന് ഇവിടേക്കും വരയ്ക്കാം, അതുപോലെ ഇവിടെ നിന്ന് ഇവിടേക്കും വരയ്ക്കാം, ഇവിടെ നിന്ന് ഇവിടേക്കും വരയ്ക്കാം. അപ്പൊ ഇതിന്റെ വശം 4 സെന്റിമീറ്റർ ആണ്. വികരണം കാണാനുള്ള വഴി, വികരണം എന്ന ഡി എന്ന അക്ഷരം കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്, വികരണം. അപ്പം വശം 4 സെന്റിമീറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ വശം എ ആണെങ്കിൽ വികരണം കാണാനുള്ള വഴി അതിനെ √2 കൊണ്ട് ഗുണിക്കുക എന്നതാണ്. അപ്പൊ ഇതെത്ര വരും? ഇതിന്റെ വികരണം 4√2. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു പട്ടിക തയ്യാറാക്കി നോക്കാം. ഓരോന്നിന്റെയും, അതായത് ഇതിന്റെ ചുറ്റളവ് എത്രയാണ്, ഇതിന്റെ ചുറ്റളവ് എത്രയാണ്, ഇതിന്റെ ചുറ്റളവ്, ഇതിന്റെ ചുറ്റളവ്, ഓരോന്നിന്റെയും പരപ്പളവ്, ഓരോന്നിന്റെയും വികരണത്തിന്റെ അളവ്. ഓക്കെ, അപ്പം ആദ്യം ചുറ്റളവ്. വശം ഏതൊക്കെയാണ്? 1,
2, 3, 4. 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. ഞാൻ ഇവിടെ സെന്റിമീറ്റർ എഴുതിയിട്ടില്ല, 1, 2, 3, 4 എന്ന് മാത്രമേ തൽക്കാലം എഴുതിയിട്ടുള്ളൂ. അടുത്തെന്താ? ചുറ്റളവ്. ചുറ്റളവ് 1 സെന്റിമീറ്റർ ആണെങ്കിൽ ചുറ്റളവ് എന്താണ്? ഇവിടെ പറഞ്ഞു അല്ലെ, 4a. അതായത് 1 ഗുണിക്കണം 4, 4. ഇത് 2 ഗുണിക്കണം 4, 8. 3 ഗുണിക്കണം 4, 12. 4 ഗുണിക്കണം 4, 16. ഓരോന്നിന്റെയും ചുറ്റളവ് കിട്ടി. ഒരു വശം 1 സെന്റിമീറ്റർ വശമുള്ള സമചതുരത്തിന്റെ ചുറ്റളവ് 4 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ വശമുള്ള സമചതുരത്തിന്റെ ചുറ്റളവ് 8 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ ആണെങ്കിൽ ചുറ്റളവ് 12 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ ആണെങ്കിൽ ചുറ്റളവ് 16 സെന്റിമീറ്റർ. ഇനി പരപ്പളവ്. ചുറ്റളവ് കഴിഞ്ഞാൽ അടുത്തത് പരപ്പളവ്. പരപ്പളവ് കാണാൻ വഴി ഇവിടെ പറഞ്ഞല്ലേ, a². വശം ഗുണിക്കണം വശം. വശം a ആണെങ്കിൽ വശം ഗുണിക്കണം വശം. വശം 1 ആണെങ്കിലോ 1 ഗുണിക്കണം 1. അത് 1 തന്നെ. പിന്നെ 2 ആണെങ്കിലോ 2 ഗുണിക്കണം 2, 4. 3 ആണെങ്കിൽ 3 ഗുണിക്കണം 3, 9. 4 ആണെങ്കിൽ 4 ഗുണിക്കണം 4, 16. ഇവിടെ ചുറ്റളവും തുല്യമാണ്, പരപ്പളവും തുല്യമാണ് അല്ലേ. അത് 4 ഗുണിക്കണം 4 വന്നത് കൊണ്ടാണ് രണ്ടിനും a². അടുത്തെന്താ? വികരണം. വികരണം കാണാനുള്ള വഴി പറഞ്ഞല്ലേ, അതിനെ √2 കൊണ്ട് ഗുണിച്ചാൽ മതി. വികരണം എത്ര വരും? വശം 1 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ വികരണം അതിനെ √2 കൊണ്ട് ഗുണിക്കുക. 1നെ √2 കൊണ്ട് ഗുണിച്ചാൽ √2. ഇതാണെങ്കിൽ 2 ഗുണിക്കണം √2, 2√2. ഇത് 3√2. ഇത് 4. അപ്പൊ നമുക്കിവിടെ എന്താ കിട്ടിയത്? വശത്തിന്റെ കുറെ സംഖ്യകൾ കിട്ടി, ചുറ്റളവിന്റെ കുറെ സംഖ്യകൾ കിട്ടി, പരപ്പളവിന്റെ കുറെ സംഖ്യകള്, വികരണത്തിന്റെയും ഇങ്ങനെ കിട്ടി അല്ലെ. ഇതെന്താണ്? ഓരോ ശ്രേണിയായിട്ട് പോകുകയാണ്. സംഖ്യകൾ ഇങ്ങനെ ചാടി ചാടി കൂട്ടമായി മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ എഴുതുന്ന സംഖ്യകളെയാണ് എന്ന് പറയുന്നത് നമ്പർ സീക്വൻസ്, സംഖ്യാ ശ്രേണികൾ. ക്ലിയർ? അപ്പൊ ഞാനിവിടെ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ. എന്താണ് സംഖ്യാ ശ്രേണികൾ? അത് സംഖ്യകളുടെ കൂട്ടമായി ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ പോകുന്നതിനെയാണ് സംഖ്യാ ശ്രേണികൾ എന്ന് പറയുന്നത്. അത്തരം ഒരു 4 സംഖ്യാ ശ്രേണികളെയാണ് ഇപ്പൊ നിങ്ങൾ പരിചയപ്പെടുത്തിയത്. ആദ്യം വശത്തിന്റെ ശ്രേണികളാണ് 1, 2, 3, 4, 5, 6, 7. നമുക്ക് ഒരേ ക്രമത്തിൽ അങ്ങ് പോകും. അങ്ങനെ വശം ഇതാകുമ്പോൾ അതിന്റെ ചുറ്റളവ് 4, 8, 12, 16. ഇത് ഒരു സമചതുരവുമായി ബന്ധപ്പെട്ടതാണ്. പരപ്പളവ് എത്ര വരും? 1, 4, 9, 16. അടുത്തെന്ത് വരും? 5 ആണെങ്കിൽ 25, 36. ആ രീതിയിൽ അത് ഒരു പ്രത്യേക സംഖ്യാ കൂട്ടങ്ങളാണ്, സംഖ്യാ ശ്രേണികളായി പോകുന്നു. വികരണം എന്ത് വരും? √2, 2√2, 3√2, 4√2 എന്നിങ്ങനെ ക്രമത്തിൽ മുന്നോട്ട് പോകുന്നു. അപ്പം ഇത് പറഞ്ഞൊക്കെ എന്തിനാണ്? എന്താണ് സംഖ്യാശ്രേണികൾ? ഇതൊക്കെ സംഖ്യാശ്രേണികളാണ്. ഓക്കെ, സംഖ്യാശ്രേണികൾ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ? ഇനി കുറച്ച് സംഖ്യാശ്രേണികൾ ഉണ്ടാക്കിയാലോ? ഒരു ചോദ്യം തരാം, അതൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ചോദ്യം ഇതാണ്: സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം, സമഷഡ്ഭുജം എന്നീ ജ്യാമിതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് താഴെ പറയുന്ന സംഖ്യാ ശ്രേണികൾ ഉണ്ടാക്കുക.
ചോദ്യം മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം, സമഷഡ്ഭുജം എന്നീ ജാമിതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് താഴെ പറയുന്ന സംഖ്യാ ശ്രേണികൾ ഉണ്ടാക്കുക. അപ്പോ ജാമിതീയ രൂപത്തിന്റെ ശ്രേണിയാണ് എന്താ? സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം, സമഷഡ്ഭുജം, 4 ജാമിതീയ രൂപങ്ങൾ. അതിന്റെ ശ്രേണി അല്ലെ? 3 വശമുള്ളത്, 4 വശമുള്ളത്, 5 വശമുള്ളത്, 6 വശമുള്ളത്. ഇനി എന്താ വേണ്ടത്? അതിൽ നിന്ന് 5 ശ്രേണികൾ കണ്ടുപിടിക്കണം. ഇവിടെ ഉണ്ട്, തന്നിട്ടുണ്ട്. ഒന്നാമത്തെ എന്താ അറിയോ? വശങ്ങളുടെ എണ്ണം. അത് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തത് അകക്കോണുകളുടെ തുക, പുറം കോണുകളുടെ തുക, ഒരു അകക്കോണിന്റെ അളവ്, ഒരു പുറം കോണിന്റെ അളവ്. ഒന്നാമത്തത് വശങ്ങളുടെ എണ്ണം നമുക്കറിയാം. ത്രികോണം 3, സമചതുരം 4, സമപഞ്ചഭുജം 5, സമഷഡ്ഭുജം 6. അതൊക്കെ അത് കിട്ടി. അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത്, അതുപോലെ പുറം കോണുകളുടെ തുക, ഒരു അകക്കോണിന്റെ അളവും ഒരു പുറം കോണിന്റെ അളവും. ഇതൊക്കെ എന്താ? ശരി, നമുക്ക് ആദ്യം ഈ ജാമിതീയ രൂപങ്ങൾ ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം എങ്ങനെയാണ് ഈ 4 കാര്യങ്ങൾ, അകക്കോണുകളുടെ തുക, പുറം കോണുകളുടെ തുക, ഒരു അകക്കോണിന്റെ അളവ്, ഒരു പുറം കോണിന്റെ അളവ് കണ്ടുപിടിക്കാന്ന് നോക്കാം. സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം, സമഷഡ്ഭുജം, 4 രൂപങ്ങളും ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള 4 രൂപങ്ങളും. ഇനി വശങ്ങളുടെ എണ്ണം, അകക്കോണുകളുടെ തുക, പുറം കോണുകളുടെ തുക, ഒരു അകക്കോണിന്റെ അളവ്, ഒരു പുറം കോണിന്റെ അളവ്, ഇത്രയും കാര്യങ്ങള് സംഖ്യാശ്രേണികളായി അവതരിപ്പിക്കണം. അതാണ് ചോദ്യം. സംഖ്യാശ്രേണി എന്താണെന്ന് നേരത്തെ മനസ്സിലായി. ആ ആശയം വെച്ച് നമുക്ക് എങ്ങനെയാണ് ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കാം. വശങ്ങളുടെ എണ്ണം അറിയാം അല്ലെ? അപ്പൊ ഒന്നാമത്തത് ഇവിടെ ഞാൻ വശങ്ങളുടെ എണ്ണം എന്ന് എഴുതുന്നില്ല. വശങ്ങളുടെ എണ്ണം ഒന്നാമത്തെ ആയതുകൊണ്ട് ഞാനിവിടെ 1 എന്ന് നമ്പർ കൊടുത്തു. ഒന്നാമത്തെ വശങ്ങളുടെ എണ്ണം ഏതൊക്കെയാണ്? ത്രികോണത്തിന്റെ 3, സമചതുരം 4, പഞ്ചഭുജം 5, സമഷഡ്ഭുജം 6. അപ്പൊ 3, 4, 5, 6. 3, 4, 5, 6 അതെന്താണെന്ന് മനസ്സിലായല്ലോ. വശങ്ങളുടെ എണ്ണം ഒന്നാമത്തത് വശങ്ങളുടെ എണ്ണം, അത് 3, 4, 5, 6. ക്ലിയർ? അടുത്തെന്താ? അകക്കോണുകളുടെ തുക. അതാണ് അല്ലേ? അതെന്താണ് ഈ അകക്കോണ്? നമ്മുടെ വീട്ടിനകത്തുള്ള എന്തെങ്കിലും ആണോ എന്നൊക്കെ സംശയം വരും അല്ലേ? അകക്കോണ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതാ ഒരു ത്രികോണം. ആ ത്രികോണത്തിന്റെ അകത്ത് ഇവിടെ ഒരു കോണുണ്ട്, ഇതിന്റെ അകത്തൊരു കോണുണ്ട്, ഇതിന്റെ അകത്തൊരു കോണുണ്ട്. ത്രികോണം നോക്കുമ്പോ 3 വശമാണ്, 3 കോണാണ്. ആ 3 കോണുകളുടെയും കൂടി തുക എത്രയാണ് അല്ലെ? അതെല്ലാവർക്കും അറിയാം. ഒരു ത്രികോണത്തിന്റെ ആകെ കോണുകളുടെ തുക 180 എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം രണ്ടാമത്തത് എന്താ? അകക്കോണുകളുടെ തുക 3 വശമുള്ളത്, അതായത് ത്രികോണം 180. ചതുരത്തിൻ്റെതും അറിയാം അല്ലെ? എത്രയാ ചതുരത്തിൻ്റെത്? ഒരു ചതുരത്തിന്റെ ആകെ കോണുകളുടെ തുക അത് 360 ആണെന്ന് അറിയാം. ഇതിൻ്റെതോ? പഞ്ചഭുജത്തിന്റെ അകക്കോണുകളുടെ തുക. അതിന് എത്ര കോണുകളുണ്ട്? 1, 2, 3, 4, 5. 5 വശവും 5 കോണും. അത് സംശയം വേണ്ട. എത്ര വശമുണ്ടോ അത്രയും കോണുകളും ഉണ്ടാകും. അപ്പം പഞ്ചഭുജത്തിന്റെ അകക്കോണുകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കാണാൻ എന്താ വഴി? നമുക്ക് നേരത്തെ അറിയുന്നവരുണ്ടാകാം, അറിയാത്തവരുണ്ടെങ്കിൽ അത് കാണാനുള്ള വഴി എന്താ? അതിനൊരു സൂത്രമുണ്ട് അല്ലെ? എന്താ സൂത്രം? എത്ര വശമുണ്ടോ ആ വശത്തിൽ നിന്ന് 2 കുറക്കുക, എന്നിട്ടോ അതിനെ 180 കൊണ്ട് ഗുണിക്കുക. എന്നാൽ എന്തായി? അകക്കോണുള്ള തുക കിട്ടി. മനസ്സിലായിക്കോ? നോക്കാം. എന്ന് പറഞ്ഞാൽ എന്താ? വശങ്ങളുടെ എണ്ണാണ്. ഇവിടെ ഇപ്പം ത്രികോണത്തിന്റെ വശം എത്രയാ? 3 അല്ലെ? 3 - 2
എത്രയാ? അത് 1 ആണ്. ആ 1നെ 150 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 180. അതാണ് ഇത്. ഇനി ചതുരം, സമചതുരം. ചതുരമാണെങ്കിലും സമചതുരമാണെങ്കിലും ചതുർഭുജമാണെങ്കിലും എല്ലാത്തിനും എത്രയാ? 4 വശമാണ് അല്ലേ? ഈ സൂത്രവാക്യം അനുസരിച്ച് എങ്ങനെ ചെയ്യും? n എന്ന് പറയുന്നത് 4 - 2 = 2. അതിനെ 150 കൊണ്ട് ഗുണിക്കുക. ഇത് കൊണ്ട് ഗുണിക്കുക. 180 എത്ര വരും? 360. ആ 360 ആണ് ഇവിടെ കിട്ടിയത്. ഇത് രണ്ടും നമുക്കറിയാം. ഇനി അറിയേണ്ടത് എന്താ? ഇതാണ് പഞ്ചഭുജം. അപ്പം എന്നിന്റെ സ്ഥാനത്ത് എന്ത് വരും? 5 വരും. 5 - 2 എത്രയാ? അത് 3 ആണ്. 3 ഗുണിക്കണം 180 എത്ര വരും? 540. അപ്പം ഒരു പഞ്ചഭുജത്തിന്റെ അകക്കോണുള്ള തുക എത്രയാണ്? 540 ആണ്. ഇനി ഷഡ്ഭുജം ഉണ്ട് അല്ലെ? സമഷഡ്ഭുജം. അത് ഷഡ്ഭുജമാണെങ്കിലും സമഷഡ്ഭുജമാണെങ്കിലും അകക്കോണുകളുടെ തുക തുല്യമായിരിക്കും. എന്ത് വരും? എന്നിന് പകരം 6 എടുക്കണം അല്ലെ? 6 - 2 അത് എത്രയാ? 4. ആ 4നെ 150 കൊണ്ട് ഗുണിക്കണം. എത്ര വരും? 720. അപ്പൊ ഇവിടെ എന്ത് വന്നു? 720. അപ്പൊ നമ്മോട് ആവശ്യപ്പെട്ടത് എന്താണ്? ഈ 5 കാര്യങ്ങളുടെ സംഖ്യാശ്രേണി ഉണ്ടാക്കാനാണ്. അതിൽ 2 ഉണ്ടാക്കി കഴിഞ്ഞു. ഒന്ന് വശങ്ങളുടെ എണ്ണമാണ്, അതാണ് 3, 4, 5, 6. രണ്ടാമത് അകക്കോണുകളുടെ തുകയാണ്, അതെന്താണ്? 150, 360, 540, 720. അടുത്ത എന്താ? പുറംകോണുകളുടെ തുക. അതാണ് അല്ലേ? എന്താണ് ഈ പുറംകോണുകൾ എന്നുള്ളത്? പുറംകോണുകൾ എന്ന് പറയുന്നത് പുറത്തുള്ള കോണുകൾ. ഇവിടെ നമ്മളിപ്പോ 3 അകക്കോണുകളുടെ തുകയാണ്. ഇത് 5 അകക്കോണുകൾ, ഇത് 4 അകക്കോണുകൾ, ഇത് 6 അകക്കോണുകൾ. പുറംകോൺ എന്ന് പറയുന്നത് എന്താണ്? അത് പുറത്തുള്ള കോൺ. ഇവിടെ കണ്ടില്ലേ? ഇതാ ഇവിടെ ഒരു കോൺ ഇതിനോട് സമാനമായിട്ട് വന്നില്ലേ? അതാണ് പുറംകോൺ. ആ പുറംകോണിന്റെ തുക ഒന്നിവിടെ ഉണ്ടാവും, ഒന്നിവിടെ ഉണ്ടാവും, ഒന്നിവിടെ ഉണ്ടാവും. 3 പുറംകോണം ഉണ്ടാവും അല്ലെ? അതിന്റെ തുക എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വരും? സംശയം വേണ്ട. ഏത് ബഹുഭുജമാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് രൂപമാണെങ്കിലും അതിന്റെ എല്ലാം പുറംകോണുള്ള തുക 1 ആണ്. 1 വെച്ചാൽ ഒരു സംഖ്യയാണ്, ഒന്നല്ല ഒരു സംഖ്യയാണ്. അത് എത്രയാണെന്നറിയോ? അത് 360. അപ്പൊ മൂന്നാമത്തെ പുറംകോണുകളുടെ തുക എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഒരു സംഖ്യ മാത്രമാണ്. 360, 360, 360, 360. ക്ലിയർ? അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ മതി. നാലാമത്തത് എന്താ? ഒരു അകക്കോണിന്റെ അളവ്. സമചതുർകോണത്തിന്റെയും സമചതുരത്തിന്റെയും സമപഞ്ചഭുജത്തിന്റെയും സമഷഡ്ഭുജത്തിന്റെയും ഓരോ അകക്കോണിന്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. അത്ര ബുദ്ധിമുട്ടില്ല അല്ലേ? ഇപ്പം 3 വശമുള്ള ത്രികോണത്തിന്റെ ആകെ അകക്കോൺ 150 ആണ്. അപ്പൊ ഒരു അകക്കോൺ കാണാൻ എല്ലാ കോണുകളും തുല്യമാണല്ലോ, സമഭുജ ത്രികോണാണല്ലോ. അപ്പൊ എല്ലാ കോണുകളും തുല്യമാണ്. എന്താ വഴി? 150നെ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടും, 60 ആണ്. സമഭുജ ത്രികോണത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് 60 ഡിഗ്രി. അടുത്തത് സമചതുരമാണെങ്കിലോ 4 വശമുള്ളത്. ഈ ആകെ അകക്കോണിനെ അതിന്റെ വശം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് അതിന്റെ ഉത്തരം. എത്ര വരും? 360 ഹരിക്കണം 4, 90. ഇവിടെയോ 540 ഹരിക്കണം 5, എത്രയാ? 108. അടുത്തതോ 720 ഹരിക്കണം 6, 120. അപ്പം ഈ നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടി. ഓരോ ജാമിതീയ രൂപത്തിന്, ഇവിടെ ചോദിച്ച ഓരോ ജാമിതീയ രൂപത്തിന്റെയും ഒരു അകക്കോണിന്റെ അളവ് നമുക്ക് കിട്ടി.
സമഭുജ ത്രികോണം 60, സമചതുരം 90, സമപഞ്ചഭുജം 108, സമഷഡ്ഭുജം 120. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് കൂടി നല്ല, നമുക്കത് ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെ ഉത്തരം കിട്ടും. ഓക്കെ, ഇനി അഞ്ചാമത്തത് ഒരു പുറംകോണിന്റെ അളവ്. പുറംകോണിന്റെ അളവ് അങ്ങനെ കാണും. ഇവിടെ നമ്മൾ ഇതിന് പുറംകോൺ ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു പുറംകോണിന്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കും? അത് എളുപ്പമാണല്ലേ. ഇപ്പം 3 പുറംകോണാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു സമഭുജ ത്രികോണത്തിന്റെ. അതിന്റെ ആകെ അളവ് 360. അങ്ങനെ വരുമ്പോൾ ആ 360നെ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് ഹരിച്ചാൽ മതി, 120. അങ്ങനെ കിട്ടും. പിന്നെ എങ്ങനെ കിട്ടും അറിയോ? ഇതാ, ഈ കോണിന്റെ അളവ് 60 പറഞ്ഞല്ലോ. ഇതിന്റെ അകക്കോണും പുറംകോണും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതെന്താണെന്നറിയോ? അവ രേഖീയ ജോഡിയാണ്. എന്താ രേഖീയ ജോഡി എന്ന് പറഞ്ഞാല്? അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാല് 150 കിട്ടണം. അതാണ് രേഖീയ ജോഡി എന്ന് പറയുന്നത്. അപ്പൊ ഇത് 60 ആണെങ്കിൽ ആ 60നോട് എത്ര കൂട്ടിയാലാണ് 150 കിട്ടുക? 120. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ 360നെ 3 കൊണ്ട് ഹരിക്കുക, 100 കിട്ടും. അല്ലെങ്കിൽ 60നോട് എത്ര കൂട്ടിയാൽ 150 കിട്ടും, അത് 120. അങ്ങനെ 2 രീതിയിലെ പുറംകോണിന്റെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെയോ ഒന്നുകിൽ 360നെ 4 കൊണ്ട് ഹരിക്കുക, അല്ലെങ്കിൽ 90നോട് എത്ര കൂട്ടിയാൽ 150 കിട്ടും. രണ്ടും ഒരേ ഉത്തരാണ്, 90. ഇവിടെയോ ഒന്നുകിൽ 360നെ 5 കൊണ്ട് ഹരിക്കുക, 72 കിട്ടും. അല്ലെങ്കിൽ 108നോട് എത്ര കൂട്ടിയാൽ 150 കിട്ടും, 72. രണ്ടും തുല്യമാണ്. ഇവിടെയോ ഒന്നുകിൽ 360നെ 6 കൊണ്ട് ഹരിക്കുക, അല്ലെങ്കിൽ 120നോട് എത്ര കൂട്ടിയാൽ 150 കിട്ടും, 60. അപ്പം നമുക്ക് ചോദിച്ച 5 ചോദ്യങ്ങളിലെയും സംഖ്യാശ്രേണികൾ ഇവിടെ കിട്ടി. വശങ്ങളാവുമ്പോൾ 3, 4, 5, 6. അകക്കോണുകൾ 150, 360, 540, 720. പുറംകോണുകളെല്ലാം 360. ഒരു അകക്കോണിന്റെ അളവ് 60, 90, 108, 120. ഒരു പുറംകോണിന്റെ അളവ് 120, 90, 72, 60. ഇതൊക്കെ കൂടിക്കൂടി പോകുന്നു. ഇത് കുറഞ്ഞു വരുന്നു അവസാനത്തെ, അല്ലേ? അപ്പൊ ചോദ്യം ഇതായിരുന്നു. സംഖ്യാശ്രേണി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു സംഖ്യാശ്രേണി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതുപോലെ ഒരു ചോദ്യം കൂടി നമുക്ക് പരിചയപ്പെടാം. പൊട്ടുകൾ അടുക്കി ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ഓരോ ത്രികോണത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക. ഇതാ ഇവിടെ കണ്ടില്ലേ, 3 പൊട്ടുകളാണുള്ളത്. ഒരു ത്രികോണം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതും ത്രികോണത്തിന്റെ ആകൃതി തന്നെ. 1, 2, 3, 4, 5 പൊട്ടുകളുണ്ട്. ഇതും ത്രികോണാകൃതി 1, 2, 3, 6, 4, 10 പൊട്ടുകളാണ് ഉള്ളത്. ഈ പൊട്ടുകളുടെ എണ്ണം എഴുതണം. ഒന്നാമത്തേത് എത്രയാണ്? 3. അടുത്തതില് 6. അടുത്തതില് 10. തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക. അതിനെന്താ വഴി? നമ്മൾ ഈ പൊട്ടുകളുടെ വരച്ച് നോക്കാതെ, ഈ പൊട്ടുകൾ ഉപയോഗിച്ച് ത്രികോണങ്ങൾ വരച്ച് നോക്കാതെ തന്നെ പൊട്ടുകളുടെ എണ്ണം കണക്കാക്കാൻ എന്താ വഴി? 3, 6. 3നോട് എത്ര കൂട്ടിയാൽ 6 കിട്ടുന്നത്? +3. 3, 3, 6. 6 + 4. അടുത്തതോ 10 + 5, 15. അടുത്തതോ 15 + 6, 21. അടുത്തതോ +7, 28. 3, 6, 10 ഇവിടെ തന്നതാണ്. അടുത്ത 3 15, 21, 28. ഈ സംഖ്യകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിനൊരു പേരുണ്ട്. എന്താ? ത്രികോണ സംഖ്യകൾ എന്നാണ് ഇതിന്റെ പേര്. 3, 6, 10, 15, 21, 28. അതിന്റെ കൂടെ എത്ര കൂട്ടണം? ഇനി 8 കൂട്ടണം. 36, പിന്നെ 9 കൂട്ടണം. 45, 10 കൂട്ടി 55. ഇങ്ങനെ തുടർച്ചയായിട്ട് പോകുന്ന ഇത് പ്രത്യേക സംഖ്യാ ശ്രേണിയാണ്
ത്രികോണ സംഖ്യകൾ എന്നാണ് ഈ സംഖ്യാശ്രേണിയുടെ പേര്. ഓക്കെ, ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ഭാഗത്ത്